കാലവർഷം തുടങ്ങിയത് മുതൽ വെള്ളക്കെട്ടിലാണ് ചാക്ക നിവാസികൾ. ഒരു മാസത്തിലേറെയായി വീടുകൾ വെള്ളക്കെട്ടിൽ തന്നെ. മലിനജലത്തിലെ ജീവിതം ഇവരെ രോഗികളാക്കി മാറ്റുകയാണ്. ക്യാൻസർ പേഷ്യൻ്റാണ്. എനിക്ക് ഈ അഴുക്കും വെള്ളമൊന്നും ചവിട്ടാനോ പുറത്ത് പോകാനോ ഒന്നിനും പറ്റുന്നില്ല. എത്ര ദിവസമെന്നും പറഞ്ഞ് ഈ വീട്ടിനകത്ത് അടച്ചുകൂടിയിരിക്കും, ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോകാനോ ഒന്നിനും പറ്റുന്നില്ല. ഈ അഴുക്ക് വെള്ളം ചവിട്ടിയിട്ട് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും ഒരു പോകാൻ വഴി നമുക്ക് ചെയ്തു തരണം. ഹോസ്പിറ്റലിൽ പോകണത് ഒരു വണ്ടി പോലും കൊണ്ടുവരാൻ പറ്റുന്നില്ല. എനിക്കാണെങ്കിൽ എപ്പോഴാണ് വയ്യാതാവണമെന്നൊന്നും പറയാൻ പറ്റില്ല. ഒരു ഓട്ടോറിക്ഷ പോലും വരാൻ പറ്റുന്നില്ല. ഗോകുൽനാഥ് വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. ഗോകുല, എത്രയോ ദിവസങ്ങളായി വെള്ളക്കെട്ടിൽ പെട്ട് വലയുകയാണ് ചാക്ക നിവാസികൾ. ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്ന ആരുമില്ലേ ഇവിടെ? മാധു, കഴിഞ്ഞ ഒരു മാസം മുൻപ് പെയ്ത മഴ, ഒരു മാസം മുൻപ് തന്നെ കാലവർഷം ശക്തമായിരുന്നു തിരുവനന്തപുരത്ത്. ആ കാലവർഷത്തിൽ പെയ്ത മഴ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ താഴ്ന്ന പ്രദേശമാണ്. ചാക്കയിലെ ഈ ഓൾ സെയിൻസ് കോളേജിൻ്റെ പിൻഭാഗത്തുള്ള ഈ പ്രദേശവും ഒപ്പം കരിക്കകം അടക്കുന്ന പ്രദേശങ്ങളുമൊക്കെ തന്നെ താഴ്ന്ന പ്രദേശമാണ്. അപ്പോൾ ഇവിടെയുള്ള പ്രധാന പ്രശ്നം ഓടകളില്ല എന്നുള്ളതാണ്. ഓട നിർമ്മിക്കാൻ വേണ്ടി 2 കോടി രൂപ മുടക്കി ഓടയുടെ പണി നിർമ്മാണമൊക്കെ നടന്നിരുന്നു. പക്ഷേ ഈ ഓടകൾ അശാസ്ത്രീയമായിട്ടാണ് നിർമ്മിച്ചത്. അത് ചെറിയ ഓടകൾ നിർമ്മിച്ചുകൊണ്ട് വലിയ ഓടകളിലേക്ക് കണക്ട് ചെയ്യുന്ന തരത്തിൽ വലിയ ഓടകൾ ഇവിടെ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളം അടിഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാത്ത ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. അത്തരത്തിൽ പെട്ടുപോയ ഒരു പ്രദേശമാണ് ഈ ചാക്കയിലെ ഈ പ്രദേശം. അപ്പോൾ ഈ കഴിഞ്ഞ 3-4 ദിവസം മുൻപ് വരെ മഴ റിപ്പോർട്ടിങ്ങിനായി ഈ പ്രദേശത്ത് വരുമ്പോൾ എങ്ങനെയാണോ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നത് അതിന് സമാനമായി തന്നെ വീണ്ടും വെള്ളക്കെട്ട് തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസമായിട്ട് ശക്തമായ മഴയൊന്നും ഇല്ലായിരുന്നു. നല്ല വെയിലുള്ള കാലാവസ്ഥയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് ഈ വെള്ളം എന്നിട്ടും ഒഴിഞ്ഞു പോകാത്ത ഒരു സാഹചര്യമാണ്. 300ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് നിലവിലുള്ളത്. അപ്പം പലരും 2ാം നിലയിലേക്കൊക്കെ തന്നെ താമസം മാറി. ഇന്നിപ്പോൾ രാവിലെ ഇവിടെ വന്ന സമയത്ത് ഒരമ്മ പറഞ്ഞതാണ്, രാവിലെ മകൻ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് മതിലിൽ പിടിച്ചുമ്പോൾ മതിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം. അതായത് ഒരു മാസത്തിലേറെയായി വെള്ളത്തിൽ കുതിർന്നു നിൽക്കുന്ന മതിലൊക്കെ തന്നെ ഇടിഞ്ഞു താഴുന്ന ചില സാഹചര്യങ്ങൾ കൂടെ തിരുവനന്തപുരത്ത് ഈ പ്രദേശത്തുണ്ട്. പല വീടുകളുടെയും ഒക്കെ തന്നെ ഗേറ്റുകൾ കടന്നും വെള്ളം അകത്തേക്ക് തന്നെ കയറി നിൽപ്പാണ്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശം ഒഴിഞ്ഞു പോവുകയാണ് പലരും ചെയ്യുന്നത്. വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. അതായത് 300ഓളം കുടുംബങ്ങളിൽ തന്നെ സ്ത്രീകളടക്കമുള്ള വീടുകളിൽ അവർ കുടുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഇത് ഈ നഗരമധ്യത്തിൽ തന്നെയാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ള കാര്യം. ഓരോ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ബുദ്ധിമുട്ടുകൾ. അത് പലപ്പോഴും പ്രായമായവരൊക്കെ തന്നെ ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരവസ്ഥ. കാരണം ഇവിടെ തന്നെ ഭക്ഷണം പാകം ചെയ്യാൻ പോലും നിൽക്കാനോ ഇരിക്കാനോ കിടക്കാനോ ഒന്നും പറ്റാത്തൊരു സാഹചര്യമാണ്. അതുപോലെ തന്നെ സെപ്റ്റിക് ടാങ്ക് വേസ്റ്റ് നിറഞ്ഞു കവിഞ്ഞ് നിൽക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ട്. എന്തായാലും പ്രദേശവാസികളൊക്കെ തന്നെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. അമ്മ, എന്താ ഇവിടുത്തെ അവസ്ഥ? എങ്ങനെ ഇതൊക്കെ ബുദ്ധിമുട്ടിക്കൂടെ തന്നെ. വയ്യാതിരിക്കുന്ന ആളാണ്. 2 ബ്രസ്റ്റ് ഒക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ അകത്ത് ബാൻഡേജ് ഇട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട്. എത്ര മാസമായി ഇങ്ങനെ വെള്ളം കയറി നിൽക്കാൻ തുടങ്ങി? ഇപ്പോൾ ഈ 1 മാസത്തിന് കൂടുതൽ. ഞങ്ങളിവിടെ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. ഏതെങ്കിലും രാഷ്ട്രീയക്കാർ ആരെയും കാണാനില്ല. ബുദ്ധിമുട്ടാണ്. ഇല്ല, ഹസ്ബൻഡുണ്ട്. ഞങ്ങൾ മോളെ കൂടെയാണ്. മോളുടെ ഇതാണ്. മോളാണ് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ആശുപത്രി പോകുന്ന ഹസ്ബൻഡ് കൊണ്ടുപോകും. ഈ വെള്ളത്തിൽ കൂടെയാണ് കൊണ്ടുപോകാം. പക്ഷെ അത് വണ്ടി ഇങ്ങൊന്നും വരില്ല. പിന്നെ നടക്കാനൊന്നും പറ്റൂല എനിക്ക്. പെട്ടെന്ന് പയ്യെ പോവും. ഇപ്പോൾ വെള്ളം ആയതുകൊണ്ട് ഇറങ്ങാതെ ഇരിക്കുന്നു. ആശുപത്രി പോവേണ്ട ഡേറ്റ് കഴിഞ്ഞു. ബാക്കിയുള്ള കുറേ വീടൊക്കെ പോയെന്ന് പറയുന്നത്. നമ്മളങ്ങനെ പുറത്തൊന്നും അത് ഇറങ്ങാറില്ലാത്തതുകൊണ്ട് ഇറങ്ങും. മാധു, ഇത് തന്നെയാണ് തലസ്ഥാന അവസ്ഥ. പല വീടുകളും ഒക്കെ തന്നെ ഒഴിഞ്ഞു പോയി. പ്രായമായവരും അതുപോലെ തന്നെ അസുഖബാധിതരും ഒക്കെ തന്നെ വലിയ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. പല വീടുകളിലെയും കുട്ടികളെയും കൊണ്ട് തന്നെ വീട്ടുകാർ മാറുന്ന സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ മലിനജലത്തിൻ്റെ കാര്യം പ്രത്യേകം പറയേണ്ടതാണ്. കാരണം ഈ പ്രദേശത്ത് ഇറങ്ങരുത് എന്നുള്ള ഒരു നിർദ്ദേശം പലപ്പോഴും നാട്ടുകാരടക്കം എന്നോട് പറഞ്ഞിരുന്നു. പക്ഷേ ആളുകളുടെ ദുരിതം കാണിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആരെങ്കിലും അധികാരി വേണ്ടപ്പെട്ടവർ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവർക്കതൊരു ആശ്വാസമാകാം. ഈ വെള്ളക്കെട്ട് ഇവിടുന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്നൊക്കെ കരുതുന്നു. പക്ഷേ പലപ്പോഴും ഇവിടെ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് വിടുന്നത് റെയിൽവേ ലൈനിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് റെയിൽവേ തന്നെ കേസെടുക്കുന്ന ചില സാഹചര്യങ്ങളുണ്ടായി. പക്ഷേ ഈ പ്രദേശത്ത് നിന്ന് വെള്ളം വേറെ ഒരു വഴിക്കോട്ടും പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം കൂടെ ഇവിടെ ഉണ്ട്. എന്തായാലും അധികാരികൾ നടപടി എടുക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. കാരണം ഈ 1 മാസമായിട്ടുള്ള ദുരിതമാണ്. എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഒരു മാധ്യമം മാത്രമല്ല. പക്ഷേ എന്നിരുന്നാൽ കൂടെ ഇത് എങ്ങും എത്താതെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത്. കാരണം ഇത്രത്തോളം തന്നെ ജനദുരിതമാണ്. നമ്മൾ പലപ്പോഴായിട്ട് അത് കാണിച്ചതുമാണ്. പക്ഷേ ഇപ്പോഴും ഒരു രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോ ഇങ്ങോട്ടേക്ക് എത്തുകയോ ആരും ഇവരുടെ ബുദ്ധിമുട്ടുകൾ കേൾക്കാനോ തയ്യാറായിട്ടില്ല.
തിരുവനന്തപുരം നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് തന്നെ ഇത്തരത്തിലൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതിൽ തലസ്ഥാന നഗരത്തിന് തന്നെ വലിയ നാണക്കേട് തന്നെയാണ്. അപ്പോൾ അത് കൃത്യമായി തന്നെ രാഷ്ട്രീയക്കാരും ചാക്കാനിവാസികളുടെ ദുരിതത്തിന്റെ നേർക്കാഴ്ചയാണ് നമ്മൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്.